അടുത്ത സെക്ഷനാണ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, തുകയും വ്യത്യാസവും. നമുക്ക് ഈ റൂട്ട് വരുന്ന നമ്പേഴ്സിൻ്റെയൊക്കെ അഡീഷനും സബ്ട്രാക്ഷനും പഠിക്കാം. 2 + √2, 2 + √2ൻ്റെ വാല്യൂ എന്തുവാ നിങ്ങളോട് ചോദിക്കുക. നമുക്ക് എന്ത് പറയാം? 2 + √2ൻ്റെ വാല്യൂ എന്താണ്? 1.414 ആണ്. അത് നമുക്ക് ആഡ് ചെയ്തുകൂടെ? ആഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പോയിൻ്റ് കഴിഞ്ഞുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കേ 2വിന് എന്തില്ല, പോയിൻ്റ് നമ്പേഴ്സ് ഒന്നുമില്ല. ഇവിടെ 1 കഴിഞ്ഞ് എത്ര പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്? 3 നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 2 കഴിഞ്ഞ് പോയിൻ്റ് നമ്പേഴ്സ് ഒന്നും ഇല്ല. 1 കഴിഞ്ഞ് എത്ര നമ്പേഴ്സ് ഉണ്ട്? പോയിൻ്റ് കഴിഞ്ഞ് 414, 3 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ആ പൊസിഷനിലല്ല എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ആഡ് ചെയ്യാം. ആൻസർ എന്ത് കിട്ടും? 3.414 എന്ന് കിട്ടും. ഈ പോയിൻ്റ് വരുന്ന നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകം. അത് 2 + √2ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 3.414 എന്ന് കിട്ടി. ഇനി 1 + √2 + √3. √2ൻ്റെ വാല്യൂ എന്താണ്? 1.414. √3യുടെ വാല്യൂ എന്താണ്? 1.732. ഇതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 + √2 + √3 -2 + √2. ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 1 + √2 + √3. ഇനി ഈ മൈനസ് ഈ അകത്തിടക രണ്ട് നമ്പേഴ്സിനും എന്താണ്? ബാധകമാണ്. -2. ഈ മൈനസിൻ്റെ പ്ലസ് എന്താവും? മൈനസ് ആവും. -√2. ഈ √2 -√2 എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. ബാക്കി എന്തുണ്ട്? 1 + √3 - 2. ഈ നമുക്കറിയാം 1 - 2 എന്താണ്? -1 ആണ് അല്ലേ? ആൻസർ എന്ത് വരും? √3 - 1 എന്ന് വരും. √3യുടെ വാല്യൂ നമുക്കറിയാം 1.732. ഈ 1.732 നിന്ന് 1 - ഇത് എന്ത് കിട്ടും? ആൻസർ 0.732. ഇനി ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി ഹൈപ്പട്ന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1/2 meters ആൻഡ് 1 അതർ സൈഡ് ഈസ് 1/2 meter. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ന്യൂസ്, അതായത് ഒരു മട്ടത്രികോണത്തിൻ്റെ കർണം എന്താണ്? 1.5 meter ആണ്. ഒരു സൈഡ് 1/2 meter. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഇത് മീറ്ററിലല്ലേ തന്നേക്കുന്ന സൈഡ്സൊക്കെ. നമ്മൾ പെരിമീറ്റർ കണ്ടുപിടിക്കുമ്പോൾ സെൻറ്റിമീറ്ററിലാക്കണം. ഇവിടെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ ഹൈപ്പട്ന്യൂസ് എന്താണെന്ന് തന്നേക്കുന്നത്? 1/2 meter എന്നല്ലേ തന്നേക്കുന്നത്. 1/2 meter നമുക്കിങ്ങനെ എഴുതാം? 1.5 meter എന്ന് എഴുതാം. ഒരു സൈഡ് 1/2 meter. 1/2 meterനെ എങ്ങനെ എഴുതാം? 0.5 meter എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മറ്റേ സൈഡ് കണ്ടുപിടിക്കണം. നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ 3 സൈഡ് കൂടെ ആഡ് ചെയ്യണ്ടേ? അത് ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം എങ്ങനെ കണ്ടുപിടിക്കാം? √of ഹൈപ്പട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആയിരിക്കും എന്ത്? ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം. √of ഇവിടെ ഹൈപ്പട്ന്യൂസ് എന്താണ്? 1.5. 1.5ൻ്റെ സ്ക്വയർ മൈനസ് ബേസ് എന്താണ്? 0.5 മൈനസ് 0.5ൻ്റെ സ്ക്വയർ എന്ത് കിട്ടും? 1.5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2.25 ആണ്. മൈനസ് ഇവിടെ 0.5ൻ്റെ സ്ക്വയർ 0.25 ആണ്. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.25 - 0.25. ആൻസർ √2 എന്ന് വരും. ഇതിൻ്റെ മൂന്നാമത്തെ സൈഡ് എന്താണ്? √2 ആണ്. ഒരു പെരിമീറ്റർ നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇവിടെ പെരിമീറ്റർ അങ്ങനെ എഴുതാം നമുക്ക്? 1.5 + 0.5 + √2. 3 സൈഡ്സ് കൂടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആഡ് ചെയ്യുമ്പോൾ 1.5 + 0.5 എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. 2 + √2ൻ്റെ വാല്യൂ എന്താണ്? 1.414. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.414 എന്താണ്? മീറ്ററാണ്. ഇനി മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും? 3.414 × 100. ആൻസർ എന്താ വരും? 341.4 സെൻറ്റിമീറ്റർ. 341.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദി പിക്ചർ ബിലോ ഷോസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ഇൻ ടു 2 triangles അലോങ് എ സൈഡ് ത്രൂ ദി മിഡിൽ. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണം, 3 സൈഡ് ഈക്വലാറ്ററൽ ത്രികോണം, അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മിഡിൽ പാർട്ടിൽ കൂടാണ് കട്ട് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ ഈ 2 പാർട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഇതിൽ ഒരെണ്ണത്തിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ടോട്ടൽ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാളും എത്ര കുറവാണ് ഈ ഒരു ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ട്രയാങ്കിൾസിൻ്റെയും പെരിമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. അന്നേരം ഇത് മൊത്തം എത്രയാണ്? 2 ആണ്. ഇത് മൊത്തം ഈ ഒരു സൈഡ് ബേസ് മൊത്തം 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാർട്ട് എത്ര ആയിരിക്കും? 1 മീറ്റർ ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഈ സൈഡ് എത്ര ആയിരിക്കും? ഈ സൈഡ് അങ്ങനെ കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് ഹൈപ്പർന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ത് കിട്ടും? √4 - 1 √3 എന്ന് കിട്ടും. ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്തെന്ന് കിട്ടി? √3 മീറ്റർ എന്ന് കിട്ടി. അന്നേരം ഒരു സൈഡ് 1 മീറ്റർ, ഒരു സൈഡ് 2 മീറ്റർ, ഒരു സൈഡ് √3 മീറ്റർ. അങ്ങനെയാണ് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ നമുക്ക് എഴുതിക്കൂടെ? പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് എന്താണ്? 3 സൈഡ്സ് 1ഉം 2ഉം √3 ആണ്. അതിനാണ് 1 + 2 എന്തെടുത്ത് 3 കിട്ടും. √3യുടെ വാല്യൂ 1.732. ടോട്ടൽ എന്ത് കിട്ടും? 4.732 മീറ്ററിന് കിട്ടും. ഇനി വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താ? എന്താണ്? പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? 3 സൈഡ് ഈക്വൽ ആണ്. അന്നേരം 2 + 2 + 2 ആണ്. ആൻസർ എന്ത് വരും? 6 മീറ്റർ ആണ്. നമ്മുടെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം എന്താ? വലിയ ട്രയാങ്കിളിനേക്കാളും എത്ര കുറവാണ് ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്നല്ലേ? അന്നേരം 6 - 4.732 എന്ത് വരും ആൻസർ? മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 6 കഴിഞ്ഞിട്ട് 3 0 ഇട്ട് കൊടുക്കുക. -4.732. ഇവിടെ കടമെടുത്ത് ചെയ്യുക. ഇവിടെ 0 നമുക്ക് മൈനസ് ചെയ്യാക്കത്തില്ലല്ലോ. ഇവിടെ ഉള്ളൂ. ഇവിടെ 5 ആവും. ബാക്കി 9 9 10. 10 നിന്ന് 2 മൈനസ് ചെയ്താൽ 8. 9 നിന്ന് 3 മൈനസ് ചെയ്താൽ 6. ഇവിടെ 2. 5 നിന്ന് 4 മൈനസ് ചെയ്താൽ 1. ആൻസർ എന്ത് കിട്ടും? 1.268 എന്ന് കിട്ടും. അല്ല, വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാളും 1.268 മീറ്റർ കുറവാണ് ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്തു? കഴിഞ്ഞ സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ അത് കണ്ടായിരുന്നു അല്ലേ? വാട്ട് ആർ ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ ഇൻ ദിസ് പാറ്റേൺ? ഈ ഒരു പാറ്റേണിൽ വരുന്ന 10ാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്തായിരിക്കും? അതുപോലെ ഹൗ മച്ച് മോർ ഈസ് ദ പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ ദാൻ ദാറ്റ് ഓഫ് 9th? 10ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും 9ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ 9ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാൾ എത്ര കൂടുതലാണ് 10ാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിന്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1ഉം 1ഉം അല്ലേ? ഇതെത്ര ആയിരിക്കും? √2 മീറ്റർ ആയിരിക്കും. ഇവിടെ എത്ര ആയിരിക്കും? √3 മീറ്റർ ആയിരിക്കും. ഇവിടെ √4 മീറ്റർ, ഇവിടെ √5 മീറ്റർ അല്ലേ? ആദ്യത്തെ ട്രയാങ്കിളുടെ സൈഡ് 1 1 √2. രണ്ടാമത്തെ ട്രയാങ്കിളുടെ സൈഡ് √2 1 √3. 3ആകുമ്പം √3 1 √4. 4ആകുമ്പം √4 1 √5. സൈഡ്സ് ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ എന്താണ്? 1 1 √2 എല്ലാം മീറ്റേഴ്സിലാണ്. സെക്കൻഡ് ട്രയാങ്കിൾ √2 1 √3. തേർഡ് ആകുമ്പം √3 1 √4. ഇതേ ഒരു പാറ്റേണിൽ നമുക്ക് 9th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് കണ്ടുപിടിച്ചൂടെ? എന്തായിരിക്കും? √9 1 √10. 10th ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്തായിരിക്കും അന്നേരം? √10 1 √11. കണ്ടോ? മീറ്റേഴ്സിലാണ് എല്ലാം. അങ്ങനെയാണ് പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ എന്താണ്? സൈഡ്സ് ഓഫ് 10th ട്രയാങ്കിൾ എന്ത് കിട്ടി നമുക്ക്? √10 മീറ്റർ 1 മീറ്റർ √11 മീറ്റർ. അങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? √10 + 1 + √11 എന്ന് കിട്ടും. അടുത്ത് 9th ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ത് കിട്ടും? √9 + 1 + √10. ഇനി നമുക്കിതിൻ്റെ ഡിഫറൻസാണ് കണ്ടുപിടിക്കേണ്ടത്. 10th ട്രയാങ്കിളുടെ പെരിമീറ്റർ മൈനസ് 9th ട്രയാങ്കിളുടെ പെരിമീറ്റർ. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. √10 + 1 + √11 മൈനസ് √9 എന്ത് വരും? 3 എന്ന് വരും. -3 - 1
മൈനസ് √10. ആരൊക്കെ ക്യാൻസലായിപ്പോവും? √10ഉം മൈനസ് √10ഉം ക്യാൻസലായിപ്പോയി. 1ഉം -1ഉം ക്യാൻസലായി. ബാക്കി ആരുണ്ട്? √11 - 3. √11ൻ്റെ വാല്യൂ നിങ്ങൾക്ക് പഠിക്കാനില്ല, നിങ്ങളിങ്ങനെ ഇട്ടിരുന്നാൽ മതി ആൻസർ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണിത്. വാട്ട് ഈസ് ദ ഹൈപ്പർന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് പെർപെൻഡിക്കുലർ സൈഡ്സ് √2 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് √3 സെൻറ്റിമീറ്റേഴ്സ്? ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്താണ്? √2 സെൻറ്റിമീറ്ററും √3 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണ് അതിൻ്റെ ഹൈപ്പർന്യൂസിൻ്റെ കർണത്തിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇനി ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ദാൻ ദി ഹൈപ്പർന്യൂസ്? ഇനി √2 + √3ൻ്റെ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് അല്ലേ, അതിൻ്റെ ലംബവശങ്ങളുടെ തുക ഹൈപ്പർന്യൂസിനേക്കാളും എത്ര കൂടുതലാണെന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എടുത്താൽ മതി. ഇവിടെ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ ലെങ്ത് എന്താണ്? √2 സെൻറ്റിമീറ്റർ, √3 സെൻറ്റിമീറ്റർ. അതായത് ലംബവശങ്ങളുടെ നീളം √2 സെൻറ്റിമീറ്റർ, √3 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണ് ഹൈപ്പർന്യൂസ് കണ്ടുപിടിക്കുക. അതായത് കർണം എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ ഹൈപ്പർന്യൂസ് എന്ത് കണ്ടുപിടിക്കാം നമുക്ക്? √(ബേസ് സ്ക്വയർ + ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ). അതായത് കർണം എന്താണ്? പാദം സ്ക്വയർ + ലംബം സ്ക്വയർ. ഇവിടെ ബേസ് പാദം എന്താണ്? √3. √3യുടെ സ്ക്വയർ + √2ൻ്റെ സ്ക്വയർ. √3യുടെ സ്ക്വയർ എന്തായിരിക്കും? 3 തന്നെയായിരിക്കും. √2ൻ്റെ സ്ക്വയറോ 2 ആയിരിക്കും. √3 + 2 എന്ത് കിട്ടും? √5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അന്നേരം ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് എന്താണ്? √5 സെൻറ്റിമീറ്റർ ആണ്. ഇനി സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്താണ്? √2 + √3. നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. 1.414. √2ൻ്റെ വാല്യൂ 1.414 + √3യുടെ വാല്യൂ 1.732. ആൻസർ എന്ത് കിട്ടും? ആഡ് ചെയ്യുമ്പം 146 എന്ന് കിട്ടും ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ √5 ഡിഫറൻസ് അല്ല ഇതിനേക്കാളും സമ്മിനേക്കാളും ഈ സൈഡ്സിന് സമ്മിനേക്കാളും എത്ര കുറവാണ് ഹൈപ്പർന്യൂസ് എന്നല്ലേ ചോദിച്ചേക്കുന്നത്? എങ്ങനെ എഴുതാം? 3.146 - √5. നിങ്ങൾക്ക് ഇവിടെ √5ൻ്റെ വാല്യൂ പഠിക്കാനില്ല, ഇങ്ങനെ ഇട്ടിരുന്നാലും മതി. ഇനി √5ൻ്റെ വാല്യൂ എന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. 1.146 - √5ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.236 ആണ്. 0.91 എന്ന് വരും. അത് എത്ര കൂടുതലാണ്? അതിൻ്റെ സമ്മിനേക്കാളും എത്ര കുറവാണ് ഹൈപ്പർന്യൂസ്? 0.91 സെൻറ്റിമീറ്റർ കുറവാണ്.